45 വർഷത്തെ ഇടതു ഭരണം എന്ന് പറഞ്ഞാൽ പോരാ, CPM-ന്റെ ഭരണത്തെ മാറ്റിക്കൊണ്ടാണ് കോർപ്പറേഷനിൽ അവർക്കൊരു 50-ാം വർഷം ആഘോഷിക്കാൻ അവസരം കിട്ടാതെ, ഒരുപക്ഷെ ഈ ടേം കൂടെ അവർ ഭരിച്ചിരുന്നെങ്കിൽ 50 വർഷം ഭരിക്കുന്ന ഒരു അവസരം അവർ കിട്ടാതെ BJP-യുടെ ഭരണം വരുന്നത്. BJP 50 സീറ്റിൽ ജയിച്ചിട്ടുണ്ട്, ഘടകകക്ഷികളൊന്നുമില്ല, അതുകൊണ്ട് 50 സീറ്റ് ഉറച്ച സീറ്റാണ്. ഇനി ഒന്നോ രണ്ടോ സീറ്റ്, ഒരു സീറ്റ് പിടിച്ചാൽ മതി, ഒന്നോ രണ്ടോ ആളുകളെ കൂടി കൈകാര്യം ചെയ്താൽ, അല്ലെങ്കിൽ ആളെ കൂടെ കിട്ടിയാൽ അവർക്ക് ഭരിക്കാൻ പറ്റും. എന്തായാലും ഇന്ന് അവർ വളരെ കൃത്യമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് കേരളത്തിലാകെ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു കഴിഞ്ഞു. കാരണം ഇന്നലത്തോടുകൂടി അവരുടെ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞ ഭരണസമിതിയിൽ. അപ്പോൾ ഇന്ന് നടത്തിയ കഴിഞ്ഞു നിയമപരമായി. ഞായറാഴ്ച ആണെങ്കിൽ ഇന്ന് നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലായിരുന്നു, മേയർ ആരെന്ന് തീരുമാനിച്ചുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ സസ്പെൻസ് ചിലപ്പോൾ 25-ാം തീയതി 26-ാം തീയതി എന്നാണ് പൊളിക്കാന്നറിയില്ല. എന്നാൽ 26-ാം തീയതിയാണ് മേയർ തെരഞ്ഞെടുപ്പ്. ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അധ്യക്ഷന്മാരെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നത് 26 മുതലാണ് ആ പ്രോസസ് ആരംഭിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് മൈക്രോ പ്ലാനുകൾ 101, അത് 50 വാർഡുകൾക്കല്ല കേട്ടോ, 50-51 വാർഡുകൾക്കല്ല, 100, കാരണം അവർ ഭരണത്തിലാണല്ലോ, പിന്നെ 50 വാർഡില്ലല്ലോ, 101 വാർഡുകൾക്കുമുള്ള മൈക്രോ പ്ലാൻ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈക്രോ പ്ലാൻ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ജനങ്ങളെ കൂടെ വിളിച്ചുകൂട്ടി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഇനി 45 ദിവസത്തിനകത്ത് ഇത് പ്രായോഗികമാണോ അതോ എല്ലാ വാർഡിലും സമാന്തരമായി നടത്തുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അവർ ജയിക്കാതെ എങ്ങനെയാണ് മറ്റു വാർഡുകൾ കയറി മൈക്രോ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യമൊക്കെ പ്രശ്നമാണ്. ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ വാർഡിലും കോർപ്പറേഷൻ മേയറുടെ കപ്പാസിറ്റി വെച്ചിട്ട് എല്ലാ വാർഡിലും യോഗം വിളിച്ചു കൂട്ടി അവർക്ക് പ്ലാനൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അല്ലാതെ ഒരു 51 വാർഡിനപ്പുറം അല്ലെങ്കിൽ 50 വാർഡിനപ്പുറം പ്ലാൻ ഉണ്ട്, അത് ചിലപ്പോൾ തോറ്റ BJP-ക്കാരെ വെച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുമായിരിക്കും. എന്തായാലും ഒരു 101 വാർഡിലേക്കുമുള്ള മൈക്രോ പ്ലാനുകളും ഒരു മെഗാ പ്ലാൻ, അതായത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിനകത്ത് നായ്ക്കളുടെ ശല്യം, തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരമുണ്ടാക്കും, മാലിന്യ സംസ്കരണത്തിന് വലിയ പരിഹാരമുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ്, തൈക്കാട് ആശുപത്രി, അതുപോലെ തുടങ്ങിയ പല ഫോർട്ട് ഹോസ്പിറ്റൽ, വളരെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ ഈ കൂട്ടിരിപ്പുകാരെന്ന് പറയുന്നത് വളരെ സാധാരണക്കാരാണ്, വളരെ കഷ്ടപ്പെടുന്നവരാണ്. ആ കഷ്ടപ്പെടുന്നവർക്ക് അവിടെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ ഫുഡും പൊതിച്ചോറും കൊടുക്കുന്നത് കുറെ ധർമ്മ സംഘടനകളും കുറെ വ്യക്തികളും പിന്നെ കുറെ രാഷ്ട്രീയ യുവജന സംഘടനകളുമാണ്. ഇത് അവർ വളരെ കഷ്ടപ്പെട്ടാണ് കൊടുക്കുന്നത്. ഓരോ വീടുകളിൽ ചെന്ന് പൊതിച്ചോറ് കളക്ട് ചെയ്ത് വലിയൊരു ത്യാഗം സഹിച്ചാണ് കൊടുക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. വളരെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിന്റെ ആരുടെയെങ്കിലും പണം കൊണ്ടുവന്നുകൊണ്ട് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ അതിർത്തിയിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ്, തൈക്കാട് ഹോസ്പിറ്റൽ, ഫോർട്ട് ഹോസ്പിറ്റൽ, പേരൂർക്കട താലൂക്ക് ജില്ലാ ഹോസ്പിറ്റൽ തുടങ്ങിയ കോർപ്പറേഷന്റെ പരിധിയിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും, അത് ഈ PHC-കൾ ഒഴിച്ച്, PHC-കൾ പ്രായോഗികമല്ല, അതിന്റെ ആവശ്യമില്ല, ബാക്കി ആളുകളെ കിടത്തി ചികിത്സിക്കുന്ന എല്ലാ ഹോസ്പിറ്റലുകളിലും കൃത്യമായ അന്നദാനം അന്നദാനം എന്ന് പറയുന്നില്ല, അന്നം കൊടുക്കുന്നതിനുള്ള, ഉച്ചയ്ക്ക് അന്നഭോജനം നടത്തുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കണം എന്നൊരു നിർദ്ദേശവും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സമഗ്രമായ ഒരു പരിപാടി ഞങ്ങൾ തീർച്ചയായിട്ടും ഈ കോർപ്പറേഷൻ ഏരിയയിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അനുഭവ സമ്പത്തും സുഭാഷിതം ചാനലിന്റെ പ്രേക്ഷകരായിട്ടുള്ളവരുടെ അനുഭവം കൂടെ എടുത്തുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും അത് കോർപ്പറേഷൻ മേയർ ആര് വന്നാലും അവർക്ക് ഞങ്ങൾ എഴുതി സമർപ്പിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാനിപ്പോൾ 1-2 ഉദാഹരണം പറഞ്ഞത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടുത്ത 5 വർഷക്കാലം BJP-യുടെ ഭരണത്തിൽ, അത് കോർപ്പറേഷൻ ആരെന്നുള്ളതല്ല, അത് UDF വന്നെങ്കിലും നമ്മൾ കൊടുക്കും, LDF വന്നെങ്കിലും കൊടുക്കും, ആര് വന്ന്, കാര്യം സുഭാഷിതം ചാനൽ തുടങ്ങിയതിനു ശേഷം ആര് വന്നാലും നമ്മൾ ഇത് മുമ്പോട്ട് വെക്കും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത 5 വർഷക്കാലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള മൈക്രോ ലെവൽ ഡീറ്റെയിൽസ് ദയവായി നിങ്ങൾ സുഭാഷിതം ചാനലിന്റെ ഞങ്ങളെ വാട്സപ്പ് നമ്പർ വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലോ കമന്റ് ബോക്സിലോ നിങ്ങൾ ഇട്ടാൽ അതുകൂടി കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് ഒരു 101 നിർദ്ദേശം തിരുവനന്തപുരം കോർപ്പറേഷന് ഞങ്ങൾ സമർപ്പിക്കുന്നതാണ്. അതിനകത്ത് ആമയിഴഞ്ചാൻ തോടിന് കൃത്യമായി അവിടെ റെയിൽവേയും കോർപ്പറേഷനോട് കൈകോർത്താൽ ആമയിഴഞ്ചാൻ തോട് നന്നാക്കാൻ പറ്റും, പാർവതി പുത്തനാർ നന്നാക്കാൻ പറ്റും, കരമനയാറും കിള്ളിയാറിന്റെയും വലിയ സംരക്ഷണം നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ, ഒരുപാട് പേർ തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരുണ്ട്, അവർക്കൊക്കെ ഒരു സ്പേസ് കൊടുക്കണമെന്നേ. ഇതൊക്കെ കൃത്യമായി നമ്മളിപ്പോൾ ഡൽഹിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മോഡേൺ ആയിട്ടുള്ള ചെറിയ ചെറിയ ഷെൽട്ടറുകളിൽ ഇരുന്നാണ് ഈ ബങ്ക് കടകൾ പോലെ ഇരുന്നാണ് ചെയ്യുന്നത്. അതുപോലത്തെ സംവിധാനങ്ങൾ അവർക്ക് കൊടുക്കണം. അതുപോലെ തട്ടുകടകൾ, ഫുഡ് കഴിക്കൽ വൈകുന്നേരം വലിയൊരു പ്രശ്നമാണ്. ഓരോ സ്റ്റേഷനിലെ SI-മാർക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് തട്ടുകടകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്. അതിനൊക്കെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റിയാൽ, ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളിലൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റിയാൽ, അതുപോലെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് പറയുന്നത് വലിയ വരുമാന മാർഗമാണ്. എന്തുകൊണ്ട് നമ്മുടെ ആക്കുളത്തെ വേളിയും ഒക്കെ വളരെ മനോഹരമായ ടൂറിസ്റ്റ് പോയിന്റുകളാക്കി അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ വളരെ മനോഹരമായി അതൊക്കെ കൂടി പ്ലാനിൽ വരണം.
അങ്ങനെ വളരെ മൈക്രോ ലെവൽ പ്ലാൻ എന്ന് പറയുന്നത് മെഗാ പ്ലാൻ. പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അതിമനോഹരമായ മറ്റു കുറേ അധികം കാര്യങ്ങൾ എല്ലാം നമ്മളിപ്പോൾ ചാനലിലൂടെ പറയുന്നില്ല. നമ്മൾ ആശയം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആശയ രൂപീകരണത്തിൽ നിങ്ങളും പങ്കാളികളാണ്, പ്രേക്ഷകരായിട്ടുള്ള. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആളുകൾ ഈ വീഡിയോ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മളിപ്പോൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആരായാലും നമുക്ക് ഭരണമാണ്, വന്നാൽ ഈ ആശയങ്ങൾ നിങ്ങൾ തരണം. അത് നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്ത് വളരെ കൃത്യമായി DTP എടുത്ത് നമ്മൾ മേയർക്ക് സമർപ്പിക്കും. പാർട്ടിയുടെ രാജീവ് ചന്ദ്രശേഖരന് ഒരു കോപ്പി കൊടുക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തിരുവനന്തപുരത്ത് മൈക്രോ പ്ലാൻ ഉണ്ടാവുമെന്ന് കേൾക്കുന്നു. വളരെ വലിയ സന്തോഷം. എല്ലാ വാർഡുകളിലും ഓഫീസുകൾ ഉണ്ടാവുമെന്ന് കേൾക്കുന്നു. എല്ലാ വാർഡുകളിലും ഓഫീസ് ഉണ്ടായാൽ കൗൺസിലർമാർ നിർബന്ധമായും 2-3 മണിക്കൂർ ഓഫീസുകളിൽ ചെല്ലണം. മാസത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ കോർപ്പറേഷനിൽ മേയർ പൊതുജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കണം. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ആ തരത്തിലുള്ള പുതിയ ഒരു വികസന കാഴ്ചപ്പാട്. അതുപോലെ അക്ഷയ സെന്ററുകളെ കുറെ കൂടി വ്യത്യസ്തം, അക്ഷയ സെന്ററുകൾ ഇരിക്കുന്നു, അവർക്ക് അവിടെ സ്പേസ് ഉണ്ട്. ആ അക്ഷയ സെന്ററുകളെ വലിയ ജനസേവന കേന്ദ്രങ്ങളാക്കി എങ്ങനെ മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ ഓഫീസുകൾ എങ്ങനെ തുറക്കാൻ പറ്റും. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരം എവർഗ്രീൻ സിറ്റി ആയിരുന്നു, നിത്യഹരിത വനമായിരുന്നു ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്, മഹാത്മാവ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ആ എവർഗ്രീൻ സിറ്റി എന്നുള്ള തിരിച്ചു പിടിക്കുക? എന്തുമാത്രം മരങ്ങളാണ് തിരുവനന്തപുരത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്? ഇതെങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരിക? തൈകൾ വെച്ചുകൊണ്ടും സസ്യങ്ങൾ വൃക്ഷങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ തുടങ്ങി ഓരോ നദികളുടെ, പുഴകളുടെ, കാടിന്റെ, നാടിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ഒരു കോർപ്പറേഷനാക്കി എങ്ങനെ കോർപ്പറേഷനെ മാറ്റാൻ പറ്റും? കാരണം ഇവിടെ വളരെ വലിയ ഡൽഹിയിലെ പോയിസൺ, പിന്നെ അറ്റ്മോസ്ഫിയറിക് പോയിസൺ അല്ലെ അന്തരീക്ഷ വായുമലിനീകരണം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വലിയ വായുമലിനീകരണം ഉണ്ടെന്ന് നേരത്തെ നമ്മൾ ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അതെല്ലാം ഒഴിവാക്കുന്ന നിലയിലുള്ള ഇലക്ട്രോണിക് വാഹനങ്ങൾ വരുന്ന, വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വരുന്ന, അതേസമയം ഈ നമ്മുടെ ഹരിതകർമ്മ സേനയൊക്കെ കൈകൊണ്ട് വളരെ പ്രാകൃതമായിട്ടാണ് അവരിപ്പോൾ ഇതൊക്കെ എടുക്കുന്നത്. അതിനാവശ്യമായ മിഷ്യൻസ് ഒക്കെ കൊടുക്കുന്ന, അങ്ങനെ വളരെ വലിയ അത്യാധുനിക രീതിയിലുള്ള ഇൻഡോർ മാതൃകയിലൊക്കെ ഉള്ള ഒരുപാട് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ്, അങ്ങനെ തുടങ്ങി നിരവധിയായ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. UDFന്റെ ഒരു ഭരണകാലത്ത് പിന്നെ ശുചിത്വ മിഷന്റെ പേരിൽ പിന്നെ ചാലയ്ക്കകത്തൊരു അൾട്രാ മോഡേൺ പ്ലാന്റ് വരാൻ ഉള്ള സാധ്യത ഉണ്ടായിരുന്നു. സിംഗപ്പൂരിലെയും മലേഷ്യയിലൊക്കെ ചെയ്തിരിക്കുന്ന വളരെ വലിയ മോഡൽ പ്ലാന്റ് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. 4-5 പേരുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആ പ്ലാന്റ് ഇല്ലാതായത്. അതുപോലെ നമുക്ക് സ്ഥലമൊന്നും പ്രശ്നമില്ല, വളരെ അത്യാധുനിക രീതിയിലുള്ള പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ആ പ്ലാന്റുകൾ ഉണ്ടാക്കിയും പ്രാദേശികാടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടും അങ്ങനെ വളരെ മനോഹരമായ സുന്ദരമായ ഒരു സിറ്റി, തിരുവനന്തപുരത്ത് സിറ്റി, ഒരു ബാഴ്സലോണ എന്ന് പറയും പോലെയോ, ഇരട്ട നഗരം എന്ന് പറയും പോലെയോ, സിംഗപ്പൂർ എന്ന് പറയും പോലെയോ, ഡൽഹി എന്തായിക്കോട്ടെ, പേര് എന്തോ ഇട്ടോളൂ, വളരെ മനോഹരമായ ഒരു സിറ്റി ഉണ്ടാക്കാൻ. മാത്രമല്ല വിഴിഞ്ഞം പോർട്ടിന്റെ സഹായം എടുക്കാൻ പറ്റും. അവരെ കൊണ്ടൊക്കെ ഞാൻ പറയുന്ന ഹോസ്പിറ്റലിലൊക്കെ ഫുഡൊക്കെ കൊടുപ്പിക്കാൻ പറ്റും. വളരെ സ്റ്റാൻഡർഡൈസ് ചെയ്ത ഫുഡ് ഇന്നിപ്പോൾ കൊടുക്കുന്ന ഫുഡ് കൊടുക്കുന്നുണ്ട്, സാധാരണക്കാർ സൗജന്യമാക്കി വാച്ച് കഴിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി പല പ്രശ്നങ്ങളാണ്. അപ്പൊ അതെല്ലാം പരിഹരിക്കുന്ന നിലയിലുള്ള വളരെ മനോഹരമായ പ്രോജക്റ്റുകൾ തിരുവനന്തപുരത്ത് ഒരു ആനന്ദ നഗരമാക്കാനുള്ള, ഒരു ഹാപ്പി തിരുവനന്തപുരം ആക്കാനുള്ള എല്ലാ പരിപാടികളും ഉണ്ടാകുമോ? അനന്തപുരി ആനന്ദപുരി ആക്കുമോ?